അവന് ജീവന്റെ പ്രകാശം ലഭിക്കും. ജീവനെ നിത്യം പരിപാലിക്കുന്നതിനുമാകുന്നു. അങ്ങേ ആരാധിക്കുവാനും പോഴ്ത്തുവാനും ഞങ്ങളിൽ കടപ്പെട്ടവരാകുന്നു. ആമേൻ. സഭയുടെ ശിരസ്സും ശരീരത്തിലെ രക്ഷകരായിരിക്കുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാകുന്നു. അതിനാൽ തിരുസഭ മിശിഹായെ കീഴ്പ്പെട്ടിരിക്കുന്നതുപോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹായുടെ സ്ത്രീയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും സ്വന്തം ശരീരത്തെ നിങ്ങൾ അവരെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരോഗ്യം വെറുക്കുമില്ല. മിശിഹായുടെ സഭയെ പോലെ ഓരോരുത്തരും അതിനെ തിരിച്ചുകൊടുക്കുന്നു. നാം മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാണല്ലോ. Amen.
സ്വീകരിക്കുമെന്നും അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ കണ്ടല്ല ഒരു ശരീരമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ ബാധപ്പെടാതിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നൽകുന്ന വധൂവരന്മാരെ, വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദീപികാരുടെ നാളം ഈ ദേവാലയത്തിൽ തെളിഞ്ഞതിനു ശേഷം ആദ്യമായി നടക്കുന്ന വിവാഹമെന്ന ഉദാസിക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ എട്ടാഴ്ച മുമ്പിൽ നാം ഒന്നുചേർന്നിരിക്കുന്നു. സഭ ആഗ്രഹിക്കുന്നത് പോലെ ഈ വിവാഹ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ കുടുംബജീവിതം വിശുദ്ധിയിലൂടെ വളർന്ന് യേശുവിൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുവാനുള്ള ഒരാഗ്രഹമാകണം ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. ഈ ആഗ്രഹങ്ങൾക്ക് നിറവേകുവാൻ ദൈവം നിമിത്തമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബിനുവിനെയും ലിയായെയുമാണ്. ലിയായുടെ കഴുത്തിൽ ബിനു മിന്നു ചാർത്തുമ്പോൾ സഭയും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം കുരിശിലൂടെ ഇവിടെ ഒരിക്കൽ കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നമ്മളെ ആ ചിന്തകളിൽ വളർത്തുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ഈ വിവാഹത്തിന് ആരംഭിക്കുകയാണ്. നിലവിലുള്ള ശുശ്രൂഷകളും പുതിയ ശുശ്രൂഷകളിൽ ശ്രദ്ധാപരമായി ഒത്തിരിയേറെ മാറ്റങ്ങളില്ലെങ്കിലും കാലത്തോടും സ്ഥലത്തോടും അനുരൂപപ്പെടുന്ന ഒരു തലം രൂപം കൊള്ളുന്നു എന്ന് മാത്രമേ അർത്ഥമാക്കേണ്ടതുള്ളൂ. വിവാഹത്തെ ഈശോ മിശിഹായും തിരുസഭയും തമ്മിലുള്ള ബന്ധത്തോടാണ് അപ്പസ്തോലൻ പൗലോസ് ഉപമിക്കുന്നതെങ്കിൽ ഇവർ നമ്മുടെ മുമ്പിൽ ദിവ്യകാരുണ്യത്തിൻ്റെ അടയാളമായി തീരുകയാണ്. ഒരു വിധത്തിൽ ദിവ്യകാരുണ്യമായി തീരുകയാണ്. ഇന്ന് കർത്താവിൻ്റെ ഈശോ മിശിഹായുടെ വചനമാകുന്ന ഈശോയുടെ നെഞ്ചിൽ കൈവച്ച് ഒന്നായി കൊള്ളാമെന്ന് ബിനുവും ലിയായും കർത്താവിന് വാക്കുകൊടുക്കുമ്പോൾ സഭ ആഗ്രഹിക്കുന്നത് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുക പരിശുദ്ധ ത്രിത്വത്തിലാണെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വം സ്നേഹത്തിൽ വേർപിരിയാൻ പാടില്ലാത്തതുപോലെ നൽകുന്ന മക്കളും ഒന്നുചേരുമ്പോൾ അവിടെ പരിശുദ്ധ ത്രിത്വം ഉൾക്കൊള്ളുകയാണെങ്കിൽ, രൂപം കൊള്ളുകയും വളരുകയും ചെയ്യുകയാണെങ്കിൽ ആ വളർച്ചയുടെ ഒരു പ്രായോഗിക ജീവിത ശൈലിയാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. ബിനുവും ലിയായും എത്രമാത്രം സ്നേഹത്തിൽ ഒന്നാണെന്നുള്ള അനുഭവത്തിലേക്ക് വരുന്നുവോ അത്രമാത്രം കർത്താവിൻ്റെ മനസ്സിലെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടുകയാണ്. ോടൊപ്പം കർത്താവിന് ബിനുവും ലിയായും നൽകുന്ന വാക്ക് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ദൈവത്തോട് നീതി പുലർത്തി പരിശുദ്ധ ത്രിത്വത്തിന്റെ അടയാളമാകുവാൻ ദിവ്യകാരുണ്യ ശൈലിയിലേക്ക് ഇവരെ വളർത്തണമേ എന്ന് നമുക്ക് ശുശ്രൂഷകളിൽ തുടർന്നും പങ്കുചേരാം. ശുശ്രൂഷയുടെ അടുത്ത ഭാഗത്തേക്ക് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ലിയായെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. ലിയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ബിനുവിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. നിങ്ങളിതിനെ സാക്ഷികളാണ്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മളെ കർത്താവ് ശംശിയാ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പുരുഷന്മാരുടെ വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ബന്ധിക്കുന്ന ഈ പുരുഷനെ ആവോളം ആശീർവദിക്കുകയാണ്. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അവൾ അമ്മയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഈ കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ.
കൃപാവനത്തിന്റെ അനശ്വര വസ്ത്രധാരണ വിശാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങേ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രമണിയുവാൻ ഇവർക്ക് ഇടയാകട്ടെ. ആമേൻ. പുതിയ കുടുംബത്തിൽ അതിരുകളുയരുന്നു, ഇരുസഭ വിജയത്തിൽ തൊടുകുരയുന്നു. പുതിയ കുടുംബത്തിൽ അതിരുകളുയരുന്നു, തിരുസഭ വിജയത്തിൽ തൊടുകുരയുന്നു. അവനെയും വചനമാകുന്ന യേശുദമ്പുരാന്റെ നെഞ്ചിൽ കൈവച്ച് ബിനുവും ലിയായും ഒന്നായിക്കൊള്ളാമെന്ന് കർത്താവിന് വാക്കുകൊടുക്കുന്നു. പരിശുദ്ധമായ നിമിഷത്തിൽ ഈ ദേവാലയത്തുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇവർക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ ഈ നിമിഷത്തിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. മിശിഹാ തിരുസഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും മരണം വരെ വിശ്വസ്തരായി ജീവിക്കുവാനും ചാരിത്രശുദ്ധിയിൽ ഉറച്ചു നിൽക്കുവാനും തെറ്റിദ്ധാരണകൾക്ക് വഴിപ്പെടാതെ നയിക്കുവാനും അങ്ങയുടെ വിശ്വസ്തരായ ദാസർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യകിരീടം നേടുവാനും ഇവരെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് തലവിളിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. തിരുസഭയുടെ ശിരസായ മിശിഹായ എപ്പോഴും ഇവരുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ഇവർക്കുണ്ടാകുന്ന സന്താനങ്ങളെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നയിച്ചു കൊള്ളണമേ. ആരോഗ്യവുമായി നൽകി വരനെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ വരങ്ങളാലും ആന്തരിക സൗന്ദര്യത്താലും ഈ വധുവിനെ അലങ്കരിക്കണമേ. അങ്ങയുടെ സഭയിൽ പുതുതായി രൂപം കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെയും ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. Amen.
പരസ്പര സ്നേഹവും വർദ്ധിച്ചു വരട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത മറ്റെല്ലാവരെയും ദൈവം സമർത്ഥമായി ആശീർവദിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. മംഗല്യയാമം തിരുമംഗല്യയാമം മലർവർണ്ണങ്ങൾ മന്ത്രകോടി നീർത്തുമ്പോൾ ഭൂമി ചാർത്തുമ്പോൾ ദേവദൂതർ പാടിയോ മംഗല്യയാമം തിരുമംഗല്യയാമം
ആദമിൻ കിനാവുകൾ തളിർത്തുവോ ഏതു ഗന്ധർവ വീണതൻ നാദലാവണ്യമാണു നീ ഏതൊരാരണ്യകം ചൂടും സൗഗന്ധികം ഏതൊരുൾ പൂവിലെ തേൻകണം ഏതു കണ്ണിരഞ്ജനം മംഗല്യയാമം തിരുമംഗല്യയാമം ഏദനിൽ ഒലിവുകൾ തളിർത്തുവോ ദേവദാരു